തൃണമൂൽ അംഗത്തിന്റെ പിന്തുണ കൂടി വരുന്നതോടെ വയനാട് പനമരം പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങി. അൻവറിന്റെ മുന്നണി മാറ്റത്തിന് ശേഷം ഭരണമാറ്റം നടക്കുന്ന ആദ്യ പഞ്ചായത്താവും പനമരം. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്യാൻ PV അൻവർ നിർദ്ദേശിച്ചതായി തൃണമൂലിന്റെ ബെന്നി ചെറിയാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. LDFനും UDFനും 11 വീതവും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. അനീസലിയുണ്ട് വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി. അനീസലിയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പനമരത്തെ ഇന്നിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് ഭരണം നഷ്ടമാകും. കാരണം 2 പേർക്കും 11 അംഗങ്ങൾ വീതമാണ്. പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF എന്ത് നിലപാടെടുക്കുമോ UDF പറയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എനിക്ക് തന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട PV അൻവർക്ക് എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശവും UDF ആർക്ക് വോട്ട് ചെയ്യാൻ പറയുന്നു അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം തന്ന നിർദ്ദേശവും. കഴിഞ്ഞ 2014 മുതൽ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വയനാട് പാർലമെന്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം ആളുകളും നല്ല രീതിയിൽ വിലയിരുത്തിയതാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല, കഴിഞ്ഞ 6 മാസം മുമ്പ് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ നടക്കുന്ന നെക്സസ് പൊളിറ്റിക്സിനെതിരെ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ നിഷ്പക്ഷവാദികളായിട്ടുള്ള അതുപോലെ കേരളത്തിലെ യുവത്വമെല്ലാം ഒരേ രീതിയിൽ ഏറ്റെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാടിനോടൊപ്പം യോജിക്കാൻ ഞാനും തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ആദ്യമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ആദ്യമായിട്ട് UDFന് ഭരണം കിട്ടുന്ന പഞ്ചായത്ത് പനമരം ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അനീസലിയുണ്ട് വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി. അനീസലി, പനമരം പഞ്ചായത്തിൽ ഇന്നിപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു കൗതുകവും ഒപ്പം തന്നെ രാഷ്ട്രീയ ഇമ്പാക്റ്റും കൂടി ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. PV അൻവർ പാർട്ടി വിട്ടതിന് ശേഷം ഒരു അംഗത്തെ കൂടി എടുത്തുകൊണ്ട് TMCയിലേക്ക് ചേർത്തുകൊണ്ട് UDFന് വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ LDFന് ഭരണം നഷ്ടമാകാനുള്ള സാധ്യതയാണ്. സ്വാഭാവികമായും പനമരം ഇന്ന് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അനീസലി? ജിൽസി, നമ്മോടിപ്പോൾ സംസാരിച്ച ബെന്നി ചെറിയാൻ എന്ന് പറയുന്നത് JDSന്റെ ബാനറിൽ മത്സരിച്ച JDSന്റെ ചിഹ്നത്തിൽ മത്സരിച്ച LDFന്റെ അംഗമാണ്. LDFന്റെ അംഗം ഇന്നിപ്പോൾ UDFന് പിന്തുണ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പനമരം പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നേരത്തെ LDF ഭരിച്ചിരുന്ന ആസി ടീച്ചർ പ്രസിഡന്റായിരിക്കെ അതിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ബെന്നി ചെറിയാൻ എതിർത്ത് വോട്ടുകയും ചെയ്തതോടുകൂടിയാണ് ഭരണം വീണത്. ഇപ്പോൾ ഇന്നാണ് അതിന്റെ ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതിന് പക്ഷേ കോറം തികയാത്തത് കൊണ്ട് വോട്ടെടുപ്പ് നടന്നില്ല. പനമരം പഞ്ചായത്തിൽ 11 അംഗങ്ങൾ UDFനും 11 അംഗങ്ങൾ LDFനും 1 അംഗം BJPക്കുമാണ് ഉണ്ടായിരുന്നത്. ഈ LDFന്റെ അംഗമായിരുന്ന ബെന്നി ചെറിയാൻ ഇടതുപക്ഷം വിട്ട് തൃണമൂലിൽ ചേർന്നതോടുകൂടി UDFന് ഇപ്പോൾ നിലവിൽ 12 അംഗങ്ങളും LDFന് 10 അംഗങ്ങളുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കൂറുമാറ്റം മറ്റ് വിപ്പ് ലംഘനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, വിപ്പ് ലംഘനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ UDF തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കും, UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പനമരം പഞ്ചായത്തിലായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ UDF അധികാരത്തിൽ വരുന്ന ആദ്യ പഞ്ചായത്ത്. അതും ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് പനമരം പഞ്ചായത്ത്. അവിടെയാണ് ഇപ്പോൾ അട്ടിമറിയോടുകൂടി UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ബെന്നി ചെറിയാൻ മെമ്പർഷിപ്പ് അദ്ദേഹം തൃണമൂലിൽ ചേരാൻ തീരുമാനിച്ചത്. PV അൻവറിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അതിനുശേഷം പനമരം പഞ്ചായത്തിൽ സ്വീകരിക്കേണ്ട നയ നിലപാടുകൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം PV അൻവർ നൽകിയിട്ടുണ്ട് എന്നാണ് ബെന്നി ചെറിയാൻ പറയുന്നത്. അതനുസരിച്ച് UDF ആരെയാണോ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക എന്നതാണ് തന്റെ ഉത്തരവാദിത്വം. ആ കാര്യം താൻ ചെയ്യും എന്നുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നെക്സസ് പൊളിറ്റിക്സ് അടക്കം PV അൻവർ 6 മാസം മുമ്പ് ഉയർത്തിയ വിഷയങ്ങൾ പൂർണ്ണമായും ഞാൻ 100% യോജിക്കുന്നു. നേരത്തെ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ മുതൽ അദ്ദേഹവുമായി വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യ രൂക്ഷമായ ജില്ലയാണ് വയനാട്. അവിടെ PV അൻവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഈ വന്യമൃഗശല്യം പരിഹരിക്കുക എന്നതാണ്. അതും 100% ഈ ജില്ലയുടെ മനസ്സ് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂലിൽ ചേരാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി PV അൻവർ പറയുന്നതായിരിക്കും തന്നെ മുന്നോട്ട് പോക്കുക എന്നാണ് പറയുന്നത്. അതോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിലുള്ള കക്ഷിനില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ LDFന് ഭരണം നഷ്ടമാകും. നേരത്തെ തന്നെ പ്രസിഡന്റ് ആസിയ ടീച്ചർക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും അവർക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ്
നടക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന UDF ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ വെക്കുന്നതെങ്കിൽ പോലും 6 അംഗങ്ങൾ മുസ്ലിം ലീഗിനും 5 അംഗങ്ങൾ കോൺഗ്രസിനും ഉള്ളതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനാണ്. വനിതാ സംവരണമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്നുള്ള 3 വനിതകളുടെ പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. അതിൽ ആയിഷ, അതുപോലെ തന്നെ ഹസീന, ലക്ഷ്മി എന്ന 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ലക്ഷ്മി എന്ന പേരിലേക്ക് ഇപ്പോൾ എല്ലാവരും ഏകോപിച്ചെത്തിയിട്ടുണ്ട്. പാണക്കാട് നിന്നുള്ള വിപ്പും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ അതിൽ ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ലക്ഷ്മി ഒഴിച്ച് രംഗത്തുണ്ടായിരുന്ന 2 പേർ, അത് ഹസീന അതുപോലെ തന്നെ ആയിഷ, ഈ 2 പേരും ഇന്നലെ എത്തിയിരുന്നില്ല. അതുകൊണ്ട് UDF അംഗങ്ങൾ വിട്ടുനിൽക്കുകയായിരുന്നു വോട്ടെടുപ്പ്. അതുകൊണ്ട് ക്വാറം തികയാത്തതുകൊണ്ട് വോട്ടെടുപ്പ് ഇന്നത്തേക്ക് മാറ്റി. ഇന്ന് ഏതായാലും എല്ലാവരും എത്തുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDFന് തൃണമൂലിന്റെ പിന്തുണയോടുകൂടി പനമരം പഞ്ചായത്തിൽ തൃണമൂലിന്റെ പിന്തുണയോടുകൂടെ ഇന്നിപ്പോൾ UDF പനമരം പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രതീക്ഷിത സംഭവ വികാസങ്ങളൊന്നും അതിനിടയിൽ പ്രതീക്ഷിക്കുന്നുമില്ല.